ഇന്ന് 2024 മാർച്ച് 23. ദി ആർട്ട് ഓഫ് ട്രൂ പ്രയർ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആർട്ട് ഓഫ് ട്രൂ പ്രയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കലയാണ്. നമുക്കറിയാം, എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. ആ പ്രാർത്ഥന എങ്ങനെയാണ് ഒരു കലയായി മാറ്റുന്നത് എന്ന് ഒരു പുനർവിചിന്തനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കറിയാത്ത ഒരു കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല. പക്ഷെ അതൊരു ഒരു ഒരു റിയലൈസേഷൻ നമ്മളിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പ്രയർ, അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Prayer can be defined as a form of communication or interaction with the higher power or spiritual force. പ്രാർത്ഥനയെ ആശയവിനിമയത്തിൻ്റെ ഒരു രൂപമായി നിർവചിക്കാം, അല്ലെങ്കിൽ ഉയർന്ന ശക്തിയുമായോ ആത്മീയ ശക്തിയുമായോ ഉള്ള ഒരു ആശയവിനിമയം എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഇൻവോൾവ്സ് എക്സ്പ്രസിംഗ് തോട്ട്സ്, ഫീലിംഗ്സ്, ഡിസയർ, ഗ്രാറ്റിറ്റ്യൂഡ് ഓർ റിക്വസ്റ്റ് ടു ദിസ് ഹയർ പവർ. ഈ ഉയർന്ന ശക്തിയോടുള്ള ചിന്തകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, നന്ദി അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ എന്നിവ പ്രകടിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഒരിക്കൽ ഒരു കൊച്ചു ബാലൻ ഓട്ടമത്സരത്തിന് പങ്കെടുക്കാനായി ഒരു ഗ്രൗണ്ടിൽ വന്നു. കുട്ടികളെല്ലാം ഓടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഈ കുട്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. പക്ഷേ മത്സരം അവസാനിച്ചപ്പോൾ പിന്നിലായവരുടെ കൂട്ടത്തിൽ അവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും മുന്നിലെത്തിയ മിടുക്കനായ ആ കുട്ടി മത്സരം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഈ കൂട്ടത്തിൽ, അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചത് നീ മാത്രമാണല്ലോ, എന്നിട്ട് നീ എന്തേ വീണ്ടും പിന്നിലായിപ്പോയത്? ഇത് കേട്ട അവൻ വിജയശ്രീ ലാളിത ഭാവത്തിൽ ചെറുപുഞ്ചിരിയോടുകൂടി അവൻ പ്രകാരം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചത് ഒരിക്കലും ജയിക്കാനല്ല, മറിച്ച് പരാജയപ്പെട്ടാൽ തളരാതിരിക്കാനും വിജയിച്ചാൽ അഹങ്കരിക്കാതിരിക്കാനും മനസ്സും ശരീരവും ക്ഷീണിക്കുമ്പോൾ മടുത്തു പോകാതിരിക്കാനുമാണ്, അല്ലാതെ ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നാണ്. അപ്പോൾ ആ ബാലൻ തിരിച്ചറിഞ്ഞു പ്രാർത്ഥന എന്താണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളെല്ലാം ഇങ്ങനെയാണ്. നമ്മൾ ഓരോന്നും വീട് വെക്കാൻ പ്രാർത്ഥിക്കും, കടം തീരാൻ, ആരോഗ്യമുണ്ടാവാൻ, കാർ വാങ്ങിക്കുവാൻ, മക്കൾ നന്നാവാൻ, ബിസിനസ് നന്നാവാൻ, അങ്ങനെ പോകുന്നു പ്രാർത്ഥനകളുടെ ലിസ്റ്റ്. എവ്രിബഡി പ്രേസ്. പ്രാർത്ഥിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഡു യു നോ ഹൗ ടു പ്രേ ഇഫക്റ്റീവ്ലി? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്, അതായത് ശരിയായ ഫലം കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയുമോ? വെൻ ഡു യു പ്രേ? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? ഇൻ ആൻ എമർജൻസി, ഇൻ ടൈം ഓഫ് ഡേഞ്ചർ ഓർ ട്രബിൾ, ഇൻ ഇൽനെസ്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തെങ്കിലും അത്ഭുതങ്ങൾ, ഡേഞ്ചേഴ്സ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഘടസന്ധികൾ നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അസുഖം പിടിപെടുമ്പോൾ, ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ഈ പ്രാർത്ഥന അത് ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ സന്തോഷവാന്മാരായിരിക്കുമ്പോഴാണ്. എന്നാലേ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പറ്റുകയുള്ളൂ. വൈ കാൻ വി ഗെറ്റ് റിസൾട്ട് ആഫ്റ്റർ പ്രേയിങ് ആൻഡ് പ്രേയിങ്? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൽ. പലരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും അതിൻ്റെ റിസൾട്ട് കിട്ടാറില്ല പലപ്പോഴും. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്കറിയാമോ? വാട്ട് യു തിങ്ക് യു ബിക്കം, വാട്ട് യു ഫീൽ യു അട്രാക്ട്, വാട്ട് യു ഇമാജിൻ യു ക്രിയേറ്റ് എന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നോ നിങ്ങൾ അതായിത്തീരും. നിങ്ങൾ എന്തെല്ലാം ഫീൽ ചെയ്യുന്നോ അതെല്ലാം നിങ്ങളെ ആകർഷിക്കപ്പെടും. നിങ്ങൾ എന്ത് ഇമാജിൻ ചെയ്യുന്നോ അതെല്ലാം സൃഷ്ടിക്കപ്പെടും. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മൾ ദിവസം മുഴുവൻ ചിന്തിക്കുന്നതൊക്കെ എന്താണോ അത് അതേപടി നമ്മുടെ ജീവിതത്തിൽ രൂപീകൃതമാകും.
നമ്മൾ ഫീൽ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മളുടെ ഫീലിംഗ്, ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ആ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും, നമ്മൾ ആ കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്നതും അതിൽ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, മക്കളെല്ലാം കയറ്റി ടൂറൊക്കെ പോകുന്നതൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് വാട്ട് യു ഇമേജിൻ യു ക്രിയേറ്റ്. ഇപ്പോൾ ഒരു വീട് വെക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ ഒരു ഇമേജ്, ഒരു വിഷ്വലൈസേഷൻ നമ്മളിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇനി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ എന്തൊക്കെ എലിമെൻറ്റ്സ് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാവണം നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഫെയ്ത്ത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഉറച്ച വിശ്വാസം അതിലുണ്ടായിരിക്കണം. ഫെയ്ത്ത് ആൻഡ് ബിലീഫ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് നമ്മൾ ഇൻറ്റൻറ്റ് ആൻഡ് സറണ്ടർ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒരു സറണ്ടർ മനോഭാവത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മൂന്നാമത്തത് സൈലൻസ് ആൻഡ് സ്റ്റിൽനെസ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഒരു നിശബ്ദമായ സാഹചര്യത്തിലും ഒരു നിശ്ചലമായ അവസ്ഥയിലുമായിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു ഡിസ്റ്റർബ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇനി കണക്ഷൻ വിത്ത് ദി സെൽഫ്. നമ്മളെ സെൽഫുമായിട്ടൊരു ബന്ധവും ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. കണക്ഷൻ വിത്ത് ദി സെൽഫ് ഈസ് ദി ഫണ്ടമെൻ്റൽ ആസ്പെക്ട് ഓഫ് ഓത്തൻറ്റിക് പ്രയർ ആൻഡ് സെൽഫ് അവെയർനെസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഫോസ്റ്ററിങ് ദിസ് കണക്ഷൻ. സെൽഫുമായുള്ള ബന്ധം ആധികാരിക പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാന വശമാണ്. ഈ ബന്ധം വളർത്തിയെടുക്കുന്നതിൽ സ്വയം അവബോധം നിർണായക പങ്ക് വഹിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ഇനി പ്രാർത്ഥിക്കുന്ന സമയത്തും പല അന്ധവിശ്വാസങ്ങളും നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. സൂപ്പർസ്റ്റിഷൻസ് ക്യാൻ മാനിഫെസ്റ്റ് ഇൻ വേരിയസ് ഫോംസ് ഇൻക്ലൂഡിംഗ് ബിലീഫ്സ് അബൌട്ട് ലക്ക്, omens, charms ആൻഡ് റിച്വൽസ്. ഭാഗ്യം, ശകുനം, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഉൾപ്പെടെ വിവിധ രൂപങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ നമ്മൾ പ്രകടമാകും. ചില സൂപ്പർസ്റ്റിഷൻസൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, മുൻകാലങ്ങളിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. പ്രേതബാധയെ വടിയെടുത്ത് ഒഴിപ്പിച്ചെടുക്കാൻ പ്രാർത്ഥനാ രീതികളിൽ, പൂജാ രീതികളിലൊക്കെ ആ പ്രേതബാധയെ ആളെ ഇരുത്തി വടിയെടുത്ത് അടിച്ച് പ്രേതബാധ ഒഴിപ്പിക്കും. ഇതൊക്കെ സൂപ്പർസ്റ്റിഷനിൽ വരുന്നതാണ്. അങ്ങനെ മൃഗങ്ങളെ കുരുതി കൊടുക്കുക, കോഴീനെ ആടിനെയൊക്കെ അറുത്തിട്ട് നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക. മനുഷ്യക്കുരുതി കൊടുക്കുക. ഇന്ന് കാണപ്പെടാത്തൊരു കാര്യമാണെങ്കിലും പലപ്പോഴും പത്രങ്ങളിലൊക്കെ നമുക്ക്, ന്യൂസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. പൊട്ടിയ കണ്ണാടി വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് 7 വർഷത്തേക്ക് എനിക്ക് ദുരിതമായിരിക്കും എന്നുള്ള ചിന്ത, അതിനു വേണ്ടിയുള്ള പൂജാതി കർമ്മങ്ങളും പ്രാർത്ഥനകളും നടത്തുക. പൂച്ച കുറുകെ ഓടിയാൽ എനിക്കെന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്നു, എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത, ശകുനം, ഇതൊക്കെ നമുക്ക് സൂപ്പർസ്റ്റിഷൻസിൽ വരുന്നു. ഇതെല്ലാം നമ്മൾ ഈ സൂപ്പർസ്റ്റിഷൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വണ്ടേഴ്സ് ഹാപ്പൻ വെൻ യു പ്രേ ഇഫക്റ്റീവ്ലി. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇഫക്റ്റീവ് ആയിട്ടാണെങ്കിൽ നമ്മളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സയൻറ്റിഫിക് പ്രയർ ഈസ് ദി ഹാർമോണിയസ് interaction of conscious and subconscious level of mind scientifically directed towards the specific purpose. ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്ന മനസ്സിൻ്റെ ബോധവും ഉപബോധ മനസ്സും തമ്മിലുള്ള യോജിപ്പുള്ള ഇടപെടലാണ് ശാസ്ത്രീയ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മൈൻഡ് പ്ലസിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് അത് പറയേണ്ട കാര്യമില്ല. എന്നാലും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നാം മനസ്സിലാക്കി നമ്മളത് പ്രാർത്ഥനാ രീതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവായിട്ടും നമുക്ക് ജീവിതത്തിൽ അത് നേടാൻ കഴിയും. നെവർ സ്ലീപ്പ് നെവർ റെസ്റ്റ്, അതാ ആദ്യത്തേത്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും ഉറങ്ങുന്നില്ല, അത് വിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. ഈ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് രൂപീകൃതമാകുന്നത് പലപ്പോഴും നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. പക്ഷെ നമ്മളെ കോൺഷ്യസ് മൈൻഡും നമ്മളും ഉറങ്ങുന്ന സമയത്ത് അത് റെസ്റ്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതിന് ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ? ശ്വാസോച്ഛ്വാസം നടക്കുന്നു, ഹൃദയമിടിപ്പ് കൃത്യമായി നടക്കുന്നു, ബ്ലഡ് സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലും അത് അതീവ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് സ്ലീപ്പിംഗ് ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം. നമ്മൾ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് കിടക്കുക. ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് ഒരു ഉപബോധ മനസ്സിന് ഒരു മെസ്സേജ് കൊടുത്തിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. പക്ഷേ അതിൻ്റെ പ്രോസസ്സ് രാത്രി മുഴുവൻ നടക്കുന്നു. ഇനി അക്സെപ്റ്റ് വാട്ട് യു റിപ്പീറ്റ് ഫ്രീക്വൻ്റ്ലി. നിങ്ങൾ എന്താണോ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്നത് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇടപഴകുന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കണം. അതിന് ഉദാഹരണമാണ് നമ്മളൊരു സ്ഥലത്ത് ഒരു ചെറിയ കുട്ടി സംസാരിച്ച് തുടങ്ങുന്നത്. ആ കുട്ടിക്ക് നമ്മൾ ആ പാഠഭാഗങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല അത് സംസാരിക്കുന്നത്. അത് ഫ്രീക്വൻ്റ്ലി അത് ഭാഷകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് സംസാരിക്കാൻ പഠിക്കുകയാണ്. നമ്മളൊരു വേറൊരു അന്യ സംസ്ഥാനത്തോ കൺട്രിയിലോ പോയി താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ഭാഷയും കേട്ട് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ നമ്മളത് അനുഭവിക്കുന്ന സമയത്തോ ആണ് നമ്മളത് സബ് കോൺഷ്യസ് മൈൻഡിൽ ആക്സെപ്റ്റ് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്സെപ്റ്റ് യുവർ തോട്ട്സ്. നിങ്ങളെ ചിന്തയാണ് നിങ്ങളെ അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചിന്തകൾ പലതും വേറെ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്നത് വേറെ ഒന്നാണെങ്കിലും നമുക്കതിനെ ഫലം കിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ലോട്ടറി അടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ അതിന് മാത്രമുള്ള ഭാഗ്യം എനിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തയാണ് അവിടെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോട്ടറി അടിക്കില്ല. അതേസമയത്ത് എനിക്കൊരു വീട് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അയ്യോ എനിക്ക് അങ്ങനെയുള്ള വീട് വെക്കാനുള്ള കഴിവ് എനിക്കില്ല, എനിക്ക് സാമ്പത്തികം എൻ്റെ മോശമാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് അവിടെ റിസൾട്ടായിട്ട് വരിക. ഇനി നോട്ട് ആക്സെപ്റ്റ് ദി വേർഡ് നോട്ട്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ് നോട്ട്. അത് വർക്ക് ചെയ്യില്ല എന്നുള്ളർത്ഥം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ സിംഹത്തെ ഓർക്കരുത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സിംഹം മനസ്സിലേക്ക് വരിക ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ഇപ്പം എനിക്ക് എൻ്റെ കടങ്ങൾ തീരണേ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ദുർഘട അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം തരണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുക. എൻ്റെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ മാറ്റണേ എന്ന് പറയുന്നതിന് പകരം എൻ്റെ ഈ അസുഖം മാറ്റിത്തരണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അത് പോസിറ്റീവായിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുക. ഇപ്പോൾ സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ എൻ്റെ കടക്കണിയിൽ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം ഞാൻ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് സംസാരിക്കാം. ആക്സെപ്റ്റ് യുവർ ഫീലിങ്സ്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് വേഗം ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളെ ഫീലിംഗ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മളൊരു കാര്യം കയ്യിൽ കിട്ടിയ രീതിയിലുള്ള സന്തോഷത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എന്ത് കിട്ടിയാലും, ഒരു വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ആ വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഫീലിംഗ് എന്തായിരിക്കുമോ, ആ അനുഭവം എന്തായിരിക്കുമോ, അത് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വേഗം രജിസ്റ്റർ ആവുകയും അത് ജീവിതത്തിൽ നടപ്പിലാവുകയും ചെയ്യും. വേറെ ആറാമത്തെ ഒരു പ്രത്യേകതയാണ് ഡസൻ നോ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്. സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആലോചിച്ചെടുക്കാനോ അത് ഒരിക്കലും അതിൻ്റെ ലോജിക്കൊന്നും അത് പരിശോധിക്കുന്നില്ല. അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അത് നോക്കുന്നില്ല. നിങ്ങൾ എന്ത് പറയുന്നോ അതേപടി അത് ആക്സെപ്റ്റ് ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ വിജിലൻ്റ് ആയിരിക്കണം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും. ഇനി കൾട്ടിവേറ്റിംഗ് ദി പ്രെയർഫുൾ ലൈഫ് സ്റ്റൈൽ. നമുക്കെപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രാർത്ഥന ശരിക്ക് സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയുള്ളൂ. അതിലാദ്യം വേണ്ടത് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. ഒരു സ്ഥിരതയും ഒരു അച്ചടക്കവും നമ്മളിൽ ഉണ്ടായിരിക്കണം. സ്ഥിരത എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ദിവസവും പ്രാർത്ഥിക്കുക. ഒരു ദിവസം അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും, എല്ലാ വെള്ളിയാഴ്ചയും മാത്രം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും മാത്രം. അങ്ങനെയുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുക. ദിവസവും അമ്പലത്തിൽ പോകണമെന്നൊന്നും അല്ലെങ്കിൽ പള്ളിയിൽ പോകണമെന്നൊന്നും അതിനർത്ഥമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവരിക, എന്നിട്ട് സാവധാനം എല്ലാ ദിവസവും അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമ്മളിലേക്ക് കൊണ്ടുവരിക. അതിൽ മെഡിറ്റേഷനോ അല്ലെങ്കിൽ അഫർമേഷൻസ് കൊടുക്കുന്ന രീതിയോ എല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് മൈൻഡ്ഫുൾനെസ്. നമ്മളെപ്പോഴും ഒരു കൃതജ്ഞതാ മനോഭാവം, നമ്മളിലുള്ളതിനെ
നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കില്ലാത്തതിന് പലപ്പോഴും എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അതിന് പകരം എനിക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടായിരിക്കണം, മൈൻഡ്ഫുൾ ആയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിൽ ലയിച്ച് ചേർന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മൾ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശരീരത്തിന് കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സബ് കോൺഷ്യസ് മൈൻഡ് ലെവലിലേക്ക്, സെൽഫിലേക്ക് അല്ലെങ്കിൽ ആഴ്ന്നിറങ്ങാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നല്ല ഫുഡ് ഹാബിറ്റ്സ്, അതിനാണ് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ പല മതപ്രകാരവും ചെയ്യുന്നത്. വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ആ ശബരിമലയ്ക്ക് 41 ദിവസവും വ്രതം എടുത്തിട്ട് പോകും. അത് കഴിഞ്ഞാൽ വേഗം മദ്യഷാപ്പിലേക്കാണ് പോവുക. അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നില്ല. ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വ്രതമെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടതെന്ന്. ഭഗവാന് നിവേദിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നാണ് പറയുക. ശരിയായ പ്രാർത്ഥന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആക്സെപ്റ്റ് ചെയ്യും. അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തണമെങ്കിലും അതാലോചിച്ചാൽ മതി. ഭഗവാന് നമ്മൾ എന്തൊക്കെയാണ് നിവേദിക്കുക അത് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഓവർകമ്മിങ് ചാലഞ്ചസ് ഇൻ പ്രയർ, ഇതൊക്കെ പറഞ്ഞാലും ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ചാലഞ്ചസും നമുക്ക് വരാം. ഡിസ്ട്രാക്ഷൻസ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ്, നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുക, അല്ലെങ്കിൽ പലതരം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുക, ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഡൗട്ട് ആൻഡ് സ്പിരിച്വൽ ഡ്രൈനസ്, സംശയം, എപ്പോഴും എനിക്കിത് പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ ഫലം ഉണ്ടാവുമോ, എനിക്കത് കിട്ടുമോ, എൻ്റെ വിധി ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംശയപ്രദമായ രീതിയിൽ അങ്ങനെ ആത്മീയ വരൾച്ച ഉണ്ടാവുക. അത് ശരിക്കും നമ്മൾ ആത്മീയമായിട്ട് സ്പിരിച്വൽ ലെവലിൽ നമുക്ക് എത്താതിരിക്കാൻ പറ്റുക, ഇതൊക്കെ നമുക്കൊരു ചാലഞ്ചസ് ആണ്. ഇനി ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഇന്നർ പീസ് ആൻഡ് ട്രാൻക്വിലിറ്റി, ഒരു ആന്തരികമായ സമാധാനം നമുക്ക് ലഭിക്കും. രണ്ടാമതായി സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് കണക്ഷൻ വിത്ത് ഡിവൈൻ, നമുക്ക് ദൈവവുമായുള്ള ഒരു ബന്ധവും അതല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുമായിട്ടുള്ള ഒരു ബന്ധവും അതിൽ ഒരു ആത്മീയ വളർച്ചയും നമുക്കുണ്ടാവുന്നു. ഫുൾഫിൽമെൻറ്റ് ഓഫ് ഡിസയർ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്നത്. ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നോക്കാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും യാചനായ രൂപത്തിലാവരുത്. ഡു നോട്ട് ബെഗ്. എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒന്നുമില്ലാത്ത ആളാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് കരുതും നമുക്കൊന്നുമില്ലാത്ത ഒരാളാണെന്ന് അത് ഫീൽ ചെയ്യും. നമുക്കൊരു റിച്ച് ഫീൽ വരണമെങ്കിൽ ഒരിക്കലും ബെഗ് ചെയ്യാൻ പറയും. എനിക്ക് ഐശ്വര്യം തരണേ, എനിക്ക് അത് തരണേ, ഇത് തരണേ എന്നൊന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. തരണേന്ന് എപ്പോഴും പറയാം, അമ്മ വല്ലതും തരണേ എന്ന് പറയുന്നത് ബെഗറാണ്. അപ്പോൾ അത് ആ ബെഗിങ് രൂപത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. രണ്ടാമത്, ഡു നോട്ട് യൂസ് നെഗറ്റീവ് വേർഡ്സ്, ഒരിക്കലും നെഗറ്റീവ് വേർഡ് ഉപയോഗിക്കരുത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, എനിക്ക് എൻ്റെ കഷ്ടപ്പാടുകൾ തീർത്ത് തരണേ എന്നുള്ളതിന് പകരം എനിക്ക് എന്നിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു എന്നുള്ള രീതിയിൽ പറയാം. സറണ്ടർ ബിഫോർ പ്രേയിങ്, നമ്മൾ പ്രേയുമ്പോൾ ഇതിനൊക്കെ കാരണം, എൻ്റെ എല്ലാ അഭിവൃദ്ധിക്ക് കാരണം ഞാനാണ്, എനിക്ക് നല്ല കഴിവുണ്ട്, എനിക്ക് ഇത് പറ്റുള്ളൂ എന്നുള്ള ഭാവം ഉപേക്ഷിച്ച് സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈഗോ എല്ലാം നമ്മൾ അവിടെ അടിയറ വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക. ബി ഇൻ ദി പ്രസൻറ്റ് മൊമെൻറ്റ്, എപ്പോഴും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്കോ ഭാവിയിലേക്കോ പോകാതെ പ്രസൻറ്റ് മൊമെൻറ്റ്, ഹിയർ ആൻഡ് നൗ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പം അതിലേക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളെയും നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. ഇനി ഈ പ്രെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ഉദാഹരണം, എൻ്റെ അഭിപ്രായത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബി യുവർ ബ്ലെസ്സിങ്സ്, ഓൾ ദി ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ടു മീ, താങ്ക് യു എന്ന് പറയുക. ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങയുടെ അനുഗ്രഹത്താൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു സറണ്ടർ ഭാവം അവിടെ വന്നു. പിന്നെ നമ്മളെ പ്രാർത്ഥന, എനിക്ക് സർവ്വ ഐശ്വര്യങ്ങൾ കിട്ടണമെന്നാണ്. അപ്പം നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും പറയുന്നു, നന്ദി, താങ്ക് യു എന്ന് പറയുന്നു. അതുപോലെ തന്നെ, വിത്ത് യുവർ ബ്ലെസ്സിങ്സ് മൈ ഹെൽത്ത് ഈസ് ഇംപ്രൂവിങ് ഡേ ബൈ ഡേ, എൻ്റെ ആരോഗ്യം അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ ആരോഗ്യം അനുദിനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നന്ദി എന്ന് പറയുക. അവിടെയും നമ്മൾ ഈ മെച്ചപ്പെടുന്നതൊക്കെ അവിടുത്തെ അനുഗ്രഹത്താലാണ്, പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എൻ്റെ ആരോഗ്യം അനുദിനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, പ്രസൻറ്റ് ടെൻസിലാണ് സംസാരിക്കുന്നത്. അതിന് നന്ദിയും നേക്കപ്പെടുന്നു, ഗ്രാറ്റിറ്റ്യൂഡുമായി. അതുപോലെ തന്നെ, ബി യുവർ ബ്ലെസ്സിങ് മൈ വെൽത്ത് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ,
ബൈ യുവർ ബ്ലെസ്സിങ്സ് മൈ വെൽത്ത് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. താങ്ക് യു. അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ സമ്പത്ത് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നന്ദി. ഇങ്ങനെ രൂപത്തിലുള്ള പ്രാർത്ഥനാ രൂപങ്ങൾ നൽകുന്നത് നന്നായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥന ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി ചെറിയ ചെറിയ നുറുങ്ങുകളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അത് നമുക്ക് ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് പോകാം.